യെസ് ഗായ്സ്, അപ്പം വിയറ്റ്നാമിലെ ഹാനോയിലാണ് ഞാൻ. കാണുന്നുണ്ടല്ലോ, നല്ലൊരു സ്ട്രീറ്റാണ്. ഇപ്പോൾ രാവിലെ ഇറങ്ങി, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻഗോങ് സോങ് ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ എൻഗോങ് സോങ് ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വോക്ക് വേ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് എൻഗോങ് സോങ് ടെമ്പിളിലാണ്. ഇതാണ് അവരുടെ സ്പിരിച്വൽ അനിമൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു സ്പിരിച്വൽ മാസ്കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സംഗതി. യൂണിക്കോൺ എന്നാണ് പറയുന്നത് കേട്ടെ, അതാണ് സംഭവം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ലേക്കിൻ്റെ സൈഡിലാണ് ഈ അമ്പലം ഉള്ളത്. ഒരു ടിക്കറ്റ് ഉണ്ട്, പരിപാടി ടിക്കറ്റ് എടുക്കാനുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം. ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു കവാടമാണ്, കുറച്ച് ക്രൗഡുണ്ട്, നല്ല തണുപ്പാണ് ഇന്ന്. ആക്ച്വലി ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ട് വിയറ്റ്നാമിന് നല്ല തണുപ്പാണ്. ഞാൻ ആക്ച്വലി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നു. ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല ഈ സ്ഥലത്ത്. ഈ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, തണുപ്പാണ്. ഇതുണ്ടോ, പേപ്പർ കൊണ്ടെന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അതാണ് ആ ലേക്ക്. ലേക്കിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം, അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. ലേക്കിൻ്റെ സൈഡിൽ അങ്ങോട്ടാണ് ടെമ്പിൾ ഉള്ളത്. ബ്രിഡ്ജ് കാണാം. ഇവിടെ ലേക്കിൻ്റെ ചുറ്റും നടക്കാനായിട്ട് നമുക്ക് ഫ്രീ ആണ്, ടിക്കറ്റ് വേണ്ട. പക്ഷേ ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ 30,000, അതായത് 30K വിയറ്റ്നാമീസ് ഡോങ് ആണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്ത് അകത്ത് കയറിയാൽ അത് കയറാം. പിന്നെ അവിടെ എന്തോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഒരു മോണ്യുമെൻ്റ് പോലെ ആ ലേക്കിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കണം. ഇതാണ് ലേക്ക്. ഇനിയിപ്പോൾ പതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. സൂപ്പർ കല. ടെമ്പിളിന് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻഗോങ് സോങ് ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ എൻട്രി പോയിൻ്റ് ആണിത്. ഈ പത്ത് കയറി നോക്കാം. ഇവിടെ വിയറ്റ്നാമീസ് ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ലാംഗ്വേജ് നമുക്ക് തീരെ മനസ്സിലാവില്ല. ഇവിടെ അധികം ആൾക്കാർക്കും ഇംഗ്ലീഷും അറിയില്ല. നമ്മൾ ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് വരിക, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ വിയറ്റ്നാമീസ് ഭാഷ പഠിച്ചിട്ട് വരേണ്ടി വരും. ഫോണിലാണ് മീനുകളുണ്ട്, വെള്ളം കുറവാണ്, മീനുകളുണ്ട്. ഇങ്ങനെ ചുറ്റും നോക്കാം. ഇതാണ് ഇതിൻ്റെ അകം. ഇവിടെ ഒരു ഗോപുരം, ലേക്ക്, പഴയ ഒരു പെയിൻറ്റിങ്. തിരക്കുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിലും വലിയ തണുപ്പാണ്, അതുകൊണ്ട് തന്നെ തിരക്കുണ്ട്. വിൻ്റർ ടൈമിൽ ആളുകൾ വരും. അമ്പലം നല്ല പീസ്ഫുൾ ആംബിയൻസ്. രാവിലെ കലവില് ബഹളമൊക്കെ ഉണ്ട്. അദ്ദേഹത്തൊക്കെ ഉണ്ടോ? ഇവിടെ അമ്പലത്തിലുള്ളതാണ്. ആണ് അമ്പലത്തിൻ്റെ ആക്ച്വൽ ടോപ്പ് വ്യൂ. നമ്മളിപ്പോൾ കയറി വന്ന ബ്രിഡ്ജാണത്. ആ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ കയറി വന്നിട്ട് ഇങ്ങനെ കയറി ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്പോട്ടിലാണ് ഇപ്പോൾ ഇവർ ഈ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ, അതായത് 2023 ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ഇവിടെ നടത്തിയതിൻ്റെ ഫോട്ടോയാണ് ആ കാണുന്നത്.
ഇത്തവണ എന്തായാലും ഇവിടെയും എനിക്ക് കുറച്ച് ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഏരിയയിൽ നമ്മൾ വരേണ്ടി വരും. അമ്പലത്തിനകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ കയറി കണ്ടു, നല്ലൊരു ടെമ്പിൾ. അതായത് നമ്മൾ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഇതല്ല, ആ ഒരു ഫീൽ തന്നെ. ഒരു ചൈനീസ് ടെമ്പിളിൻ്റെ ഒരു സംഗതിയാണ്. എന്തായാലും ഒരു സെറ്റ് സ്ഥലം കേട്ടോ. ഫുൾ പൂക്കളും ഗാർഡനിങ്ങും ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിരിക്കുക. ഡിവോഷൻ നടക്കും, അതിൻ്റെ കൂടെ ടൂറിസവും നടക്കും എന്നുള്ള രീതിക്ക് അത് നന്നായിട്ട് അത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. പിള്ളേരിവിടെ ഇതൊക്കെ വെച്ച് കളിക്കാനുണ്ട്. അവരുടെ ഒരു മ്യൂസിയം പോലെ വെച്ചിരിക്കുന്നതിൽ ഒരു 3D മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താ സംഗതി എന്നുള്ളത് പിടിയില്ല. ആമയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ആണോ മിത്തോളജിക്കലാണോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ കറങ്ങി വന്ന് ഇപ്പോൾ ഇവരുടെ ആ വോക്ക് വേയിൽ കയറിയിരിക്കുക. വോക്ക് വേ എന്ന് പറയാൻ പറ്റില്ല, പ്രദക്ഷിണ വഴി എന്ന് നമ്മൾ അമ്പലങ്ങളിൽ പറയുന്ന പോലെ, പക്ഷേ കായലിൻ്റെ സൈഡിൽ ഉള്ള നല്ലൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ പുള്ളി അടുപ്പിൻ്റെ അകത്ത്, അടുപ്പാണോ അത് കത്തിക്കുന്നുണ്ട്, അതിൻ്റെ ആ തരി ഇങ്ങനെ വരുന്നത് കാണുമല്ലോ. സ്പിരിച്വൽ റിച്വൽ ആയിരിക്കണം. ലേക്ക്, അപ്പുറത്ത് ഹാനോയ് സിറ്റി. എന്തായാലും കൊള്ളാം, ഒരു പക്ക ആംബിയൻസ് ആണ്. ഇങ്ങനെ കറങ്ങി നമ്മളിപ്പോൾ ഈ സൈഡിൽ എത്തി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. ഇനി ഇങ്ങനെ പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇതിലെ ഇറങ്ങി നമ്മൾ ആ പാലം കയറി പോകണം തിരിച്ച്. ഇപ്പോൾ തിരിച്ചിറങ്ങിയപ്പം ഇത്തിരി വെയിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിലും തണുപ്പാണ്, തണുപ്പിനൊരു കുറവുമില്ല. പക്ഷെ ഇത്രയും ഒരു എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. യെസ്, അപ്പം ഇവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ മേളിൽ, ലേക്ക്. അപ്പം ഇവിടുന്ന് പതുക്കെ ഇനി നടന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഇന്നലെ വൈകുന്നേരമാണ് വിയറ്റ്നാം എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ എവിടെ പോകാം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് എൻഗോങ് സോൺ ടെമ്പിൾ. എൻഗോങ് സോൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പതുക്കെ ലേക്കിന് ചുറ്റും നടക്കാൻ നോക്കാം. എൻ്റെ മോനെ, എന്തായാലും ഇത് കൊള്ളാം കേട്ടോ. ഒരു സിറ്റി ഗാർഡൻ ആ ഒരു സെറ്റപ്പ് അവിടെ. അതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ലേക്ക്. എന്തോ കയറണ നോക്ക്. ലേക്കിന് ചുറ്റും നടക്കാൻ ഇപ്പോഴും എൻട്രി ഫ്രീ ആണ്. ആ ടെമ്പിൾ ഇപ്പം നമ്മൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനിൽ നിന്ന് ഇതുവഴി വോക്ക് വേയിൽ കയറാൻ നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷെ ആ ഗേറ്റ് നിന്ന് ഈ ബ്രിഡ്ജ് വഴി നമ്മുടെ ആ ടെമ്പിളിൻ്റെ ഒരു ഐലൻഡ് പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 30K ആണ് പെർ പേഴ്സൺ. 30K വിയറ്റ്നാമീസ് ഡോങ്. ഇനി അടുത്ത എങ്ങോട്ടാ പോകേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ചോദിച്ചപ്പോ അല്ലേ. എന്തായാലും കൊള്ളാം വിയറ്റ്നാം. ഞാൻ വിചാരിച്ച പോലെ അല്ല, ഞാൻ ഒന്നും വിചാരിച്ചില്ല, അത് വേറെ കാര്യം. എന്തായാലും കുറേ നാളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ട്രിപ്പ് വന്ന് കിട്ടിയപ്പോൾ ഒരു സന്തോഷം. ഇത് കണ്ടോ, ഇവിടെ
വോക്കയുടെ സൈഡിൽ തന്നെ ഒരു വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. വെള്ളവും മറ്റു സംഗതികളൊക്കെ ചില്ലറയാണെന്ന് തോന്നുന്നു. നമുക്ക് കാശിടാൻ പറ്റില്ല. കാശിടാൻ ഡു നോട്ട് ഫോൾഡ് എന്നുള്ളത് കാണാം. എന്താ അല്ലേ, ആളുകൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. കൊള്ളാം. ഹനോയ് ഈസ് ഇംപ്രസിംഗ് മീ. ഇവിടെ ന്യൂ ഇയർ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സംഗതികൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയാണ് വൈബും തോന്നുന്നത് കേട്ടോ. ക്രാക്കേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. ഇതാണ് എൻഗോങ് സോൺ ടെങ്കിളിൻ്റെ അടുത്തുള്ള ജംഗ്ഷനാണ്. ഇതാ ഇവിടെയാണ് എൻട്രി വരുന്നത്. നല്ല വൈബ് സ്ഥലം ആൻഡ് പ്ലസന്റ് വെതർ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതെന്താ ഫ്രഞ്ച് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പണ്ട് ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ, കാണാനുണ്ട്. കൊള്ളാം, എന്തായാലും സ്ഥലം കൊള്ളാം, രസമുണ്ട്. എല്ലാവരും ഓഫീസിൽ പോകാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. നല്ല റഷാണ്. രാവിലെ ട്രാഫിക് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ടൂറിസ്റ്റുകളും ഉണ്ട്. വൻ സ്ഥലം. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അപ്പോൾ ഇപ്പം നിലവിൽ ഇതുപോലെ സൈക്കിളുകാർ കുറേ പേര് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുവിടാന്നൊക്കെ. എന്നിട്ട് 2 ലക്ഷം വിയറ്റ്നാങ് ഒക്കെ ചോദിക്കും. അതൊന്നും നടപടിയാവുന്ന കേസല്ലേ. നമ്മളിപ്പോൾ ഹോട്ടലിൽ ചോദിച്ചതനുസരിച്ചിട്ട് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പുണ്ട് ഓൺലൈൻ ടാക്സിക്കൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ബുക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പോൾ ഇവിടം വരെ ഹോട്ടലിൽ നിന്ന് വരാനായിട്ട് 30K പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ മാക്സിമം 80K ആവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റേ പുള്ളി 2 ലക്ഷം രൂപയൊക്കെ ചോദിച്ചു. 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വിയറ്റ്നാങ് മാറിപ്പോയിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നടന്നു പോയി ഇതുപോലെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോവാം, അല്ലെങ്കിൽ ക്യാബ് പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പക്ഷെ ആ പഗോഡ എന്ന് പറയുന്ന ആ സംഗതി 1:30 തുറക്കുള്ളൂ എന്നൊക്കെയാണ് ഗൂഗിളിൽ കാണുന്നത്. എന്തായാലും നോക്കുന്നുണ്ട്. അങ്ങനെ ട്രാൻ കോക്ക് പഗോഡ എത്തി. ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം വരുമ്പോൾ. കാര്യം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കാമും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടാക്സി പിടിച്ചിട്ട് മീറ്റർ കാശ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനാണ് അമൗണ്ട് കേട്ടത്. അപ്പം ആദ്യം എന്തോ എടുത്തു കൊടുത്തു. അപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു 2000 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2 lakh വിയറ്റ്നാം ഡോങ് എടുത്ത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം എന്താന്ന് പറഞ്ഞാൽ അവൻ ബാലൻസ് പറ്റിച്ചിട്ടേ അവനങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോയി. അധികം നമ്മൾ പുറകെ നിന്ന്. അപ്പോൾ ട്രാഫിക് ആയതുകൊണ്ട് അധികം മൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചെന്ന് പിടിച്ചപ്പോഴത്തേക്ക് അവൻ ആദ്യം ഒരു 50,000 തന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഒന്നാമത് ഭാഷ അറിഞ്ഞുകൂടാ. അതാണ് മെയിൻ കാര്യം. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഭാഷ ആർക്കും അറിഞ്ഞുകൂടാ. അത് എല്ലാവരും നോക്കേണ്ട കേസാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ ബാലൻസ് പിടിച്ച് മേടിക്കാൻ പറ്റിയത്. എന്നാലും അവനൊരു 90 അടിച്ചെന്ന് തോന്നുന്നു. ഇപ്പോഴും നിലവിൽ കണക്ക് കറക്റ്റ് ആവുന്നില്ല. ഒരു 90 എന്തായാലും അവൻ അടിച്ചിട്ടുണ്ട്. അപ്പം വിയറ്റ്നാമിൽ വരുന്നവർ അല്ല ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ പൈസ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക, കറൻസി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നോക്കുക. കാര്യം ഇവിടെ പകുതി മുക്കാൽ ആളുകളും പകുതി മുക്കാൽ സ്ഥലങ്ങളിലും ഇവർ ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ, കാർഡ് എടുക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ തന്നെ എണ്ണി തിട്ടപ്പെടുത്തി നോക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല സംഭവം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഇത്തിരി ഒച്ചയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ട്രാൻ കോക്ക് പഗോഡയിലെത്തി. ഇത് ഉച്ചയ്ക്ക് 1:30 തുറക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയായി. 1/2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരും തോന്നുന്നു. എന്തായാലും നോക്കാം. അപ്പം എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അത് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അത് എല്ലാ വ്ളോഗേഴ്സും പറയുന്നതാണ് വിയറ്റ്നാമിൽ വരുന്നവരുടെ അടുത്ത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവന്മാരും കൂടെ സഹകരിക്കണം, അല്ല നടക്കത്തില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് പഗോഡയുടെ എൻട്രി പോയിന്റ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ കണ്ടത്. നമ്മൾ ഹാനോയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റിയ 1-2 സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണെന്നാണ് പറയുന്നത്. ഇവിടെയും ലേക്കാണ്. നമ്മൾ നേരത്തെ നിന്ന എന്തോ സ്ഥലത്തിൻ്റെ പേര്, ടെമ്പിൾ എന്ന് പറയാം. ആ ടെമ്പിളിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും ലേക്കാണ്. ഇത് കുറച്ചും കൂടെ വലുതാണെന്ന് തോന്നുന്നു, ഭയങ്കര ലേക്ക്.
ആൻഡ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ ഹോച്ചിമിന്നിൻ്റെ മൊസോളിയം റെസിഡൻസ് അതെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഇറങ്ങണം. സംഗതി ഹാനോയ് കളറൊക്കെ തന്നെ, നമ്മൾ ശ്രദ്ധിച്ച് റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എല്ലായിടത്തും. അതിപ്പോൾ ഒരു സ്ഥലം മാത്രമായിട്ട് പറയേണ്ടതല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. പറ്റിക്കാൻ ആളുകൾ വരും, പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. ബോയയുടെ നോയിസ് റിഡക്ഷൻ മൈക്ക് ഓൺലൈൻ മേടിച്ചതാണ്. അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ബഹളത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇനിയിപ്പോൾ വിഷ്വൽ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ബോയ. ബിക്കോസ് എക്കണോമിക്കലായിട്ട് ഇത്രയും നല്ല നോയിസ് റിഡക്ഷൻ മൈക്ക് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓ, സീബ്ര ലൈനൊക്കെ വെറുതെയാണ്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ചറ പറയാ വണ്ടി വരണേ. കിട്ടിയാ കിട്ടി. എന്തായാലും ക്രോസ് ചെയ്തു. മൊത്തത്തിൽ ഹാനോയ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ പഴയ ബാംഗ്ലൂരില്ലേ, നല്ല തണുപ്പൊക്കെ ഉള്ള, അധികം തിരക്കില്ലാത്ത അങ്ങനത്തെ ഒരു വൈബാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വിൻ്റർ ടൈമിൽ വന്നുകൊണ്ടായിരിക്കും ടെമ്പറേച്ചറും കൊള്ളാം. ക്ലൗഡിയാണ്, നല്ല ചെറിയൊരു തണുപ്പുമുണ്ട്. അപ്പം അങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്നു. എന്തായാലും ഈ വർഷം ആകെ ഒരു ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റുള്ളൂ, അതാണ് ഈ ട്രിപ്പ്. അപ്പോൾ ഈ ട്രിപ്പിൽ നിന്നും അടുത്ത വർഷം കുറച്ചുകൂടെ നല്ല ട്രിപ്പുകൾ പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. എന്തായാലും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും പോകാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഡി ടിച്ച് ഡാൻ ലാം താങ് കാൻ, അങ്ങനെയാണ് ഈ ടെമ്പിളിൻ്റെ പേര് എന്ന് തോന്നുന്നു. സീനിക് എന്ന് പറഞ്ഞാൽ അന്യായ സീനിക്കാണ്. ഒരു പാലം, വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ. എന്താ അല്ലേ ഹാനോയ്. ഇവിടെ ഒരു ചെറിയ പാലം, അതിൻ്റെ താഴെ കൂടെ ഒരു കനാല് പോകുന്നുണ്ട്. ഇതൊരു ചെറിയ അമ്പലമാണ് കേട്ടോ. ടൂറിസ്റ്റിന് പ്രവേശനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയോ ഡേറ്റ്സിലാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അടിപൊളി. ഇവിടെ എല്ലാം ഇങ്ങനെ ടെമ്പിൾസ് ആണെന്ന് തോന്നുന്നു. അതായത് എഴുതിയേക്കുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 1:30 മുതൽ 5 മണി വരെയാണ് തുറക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഈ Q1330 എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പഗോഡയിലും കണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. തടിയും ഇതൊക്കെ വെച്ചിട്ട് ഒരു അസല് വൈബ് കൊള്ളാം. ഇതിലിങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമാണ്. നടന്ന് നമ്മൾ പഗോഡ കാണണം. പഗോഡ കാണാൻ വേണ്ടി പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ആ ആ അപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ ഹാനോയ്? എങ്ങനെയുണ്ട്? നല്ല സിറ്റി ഹാനോയ്. നമ്മൾ ഇന്നലെ വന്നതേ ഉള്ളൂ. പക്ഷെ ആ ടെമ്പിളും പരിസരവും ലേക്കും എന്തും ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ പഗോഡയിൽ വന്നു, അവിടെയും വളരെ ബ്യൂട്ടിഫുൾ ആണ്. എന്ത് വളരെ ഒരു ഓൾഡ് സിറ്റി ആണെങ്കിലും വളരെ നന്നായിട്ട് ഒരു അച്ഛന് നമ്മളെ ഏതെങ്കിലും കണ്ടു പറഞ്ഞ ഏതെങ്കിലും സ്ഥലമായിട്ട് അച്ഛന് റിസംബ്ലൻസ് തോന്നുന്നുണ്ടോ? ചില സ്ട്രീറ്റുകളൊക്കെ ബാംഗ്ലൂരുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്. ചില സ്ട്രീറ്റ് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ എറണാകുളം ഫോർട്ട് കൊച്ചി ആയിട്ടും ചെറിയ റിസംബ്ലൻസ് കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ ആൾക്കാർ നല്ല ധാരാളം ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. അപ്പൊ അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഒരു നമുക്ക് ടാറ്റയൊക്കെ തന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ നടക്കാം. ഇനിയിപ്പം പഗോഡ 1:30 തുറക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇവിടെ ലേക്ക് നിൽക്കുകയാണ്. ലേക്ക് കാണാം. വളരെ നല്ല ലേക്ക്. നമ്മളെ ചെറിയ ചെറിയ ബോട്ടുകൾ, പെഡൽ ബോട്ട്സുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാം. വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഹനോയിൽ കൂടുതൽ ഇങ്ങനെ ലേക്സ് ആണെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ആ സൈഡ് പോയപ്പോഴും സദേൺ സൈഡ് പോയപ്പോഴും അവിടെ ഒരു ചെറിയ ലേക്കിലാണ് ഈ ടെമ്പിളും കാര്യങ്ങളും നിൽക്കുന്നത്. ലേക്കുകൾ നമ്മൾ കണ്ടു. അത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ നമ്മൾ വരുന്ന പല പ്രോമിനന്റ് പ്ലേസസിലും ഈ ലേക്കുകൾ കാണുന്നുണ്ട്.
ആ ലേക്ക് നല്ല ലേ ഔട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ. ലേ ഔട്ട് എല്ലാം ചുറ്റും നല്ല വാക്ക് വേ ഒക്കെ പണിത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചുറ്റും നടക്കാനോ അങ്ങനത്തെ ഇരിക്കാനോ ഉള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ഇവിടെ എല്ലാം സിറ്റിയാണ്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിലും ട്രാഫിക് ഒക്കെ വളരെ ഡിസൈൻഡ് ആണ്. ട്രാഫിക് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ ബ്ലോക്ക് വരാതെയും പെഡസ്ട്രിയൻസിനും സൈക്കിളുകാർക്കും പോകാനായിട്ട് പ്രത്യേക ലൈനുണ്ട്. ഫുട്പാത്ത് ഒക്കെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുട്പാത്തിലൊന്നും ഒരു ബാരിയേഴ്സും ഇല്ല, ഒരു കച്ചവടവും ഇല്ല. ആൾക്കാർക്ക് സ്മൂത്തായിട്ട് നടക്കത്തക്കവണ്ണമുള്ള എല്ലാ ഫെസിലിറ്റീസും ഫുട്പാത്തിൽ ചെയ്തു. ഏതായാലും നന്നായിട്ട് നല്ല സിറ്റി നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി വീണ്ടും ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇച്ചിരി ഒരു ചായയെങ്കിലും കുടിക്കണമെങ്കിൽ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ലൈക്ക കഫേ എന്ന് പറഞ്ഞൊരെണ്ണം കണ്ടു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് ക്രോസ് ചെയ്യണം. എന്തായാലും നോക്കാം. എന്തൊക്കെ പറഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന കുറച്ച് സ്ട്രെന്യൂസ് ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ. 2 വീലേഴ്സാണ് കൂടുതൽ. അപ്പോൾ അവരിങ്ങനെ പറന്ന് കയറി വരും. നമ്മൾ നോക്കിയും കണ്ടും നടന്നാൽ നമുക്ക് കൊള്ളാം. ഇതുണ്ടോ ഉച്ചയ്ക്ക് 2 മണിയായി. ഇപ്പോൾ നമുക്ക് നല്ല ഫോഗൊക്കെ ആയിട്ടിരിക്കുന്ന തണുപ്പുമുണ്ട് കേട്ടോ. എന്തായാലും വന്ന ക്ലൈമറ്റ് ഉഗ്രനാണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതിനുശേഷം ഇപ്പോൾ തിരിച്ച് പഗോഡ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മനുഷ്യനില്ലായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വൻ തിരക്ക്. 3-4 ടൂറിസ്റ്റ് ബസ്സിലും ആളുകൾ വന്നിട്ടുണ്ട്. ഈ സംഗതി കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം പോസ്റ്റ് ആയത്. ഇപ്പം എൻട്രി ഓപ്പൺ ആയിട്ടുണ്ട്. പോയി നോക്കാം. കില്ലർ സ്ഥലം. ഇപ്പം നല്ലപോലെ ആള് വന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പം നമുക്ക് അകത്തേക്ക് കയറാം. നേരത്തെ നമ്മൾ വന്നപ്പോൾ ഇത് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇനിയിപ്പം നോക്കാം എങ്ങനെയുണ്ടെന്ന്. പഗോഡ നല്ല മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് പഗോഡ. മേലെയാണല്ലോ ഈശ്വര. എല്ലായിടത്തും തിരക്കാട്ടോ. നല്ല പൂക്കളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. എൻ്റെ വരെ ഉണ്ട്. ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈ ഒരു ഗോപുരം കാണാൻ വേണ്ടി എല്ലാവരും അകത്ത് വരും, ഫോട്ടോ എടുക്കും, പോകും. എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ബുദ്ധൻ്റെ വിരൽ പോലെ ഫിംഗർ ഫ്രൂട്ട് അങ്ങനെ എന്താണ് ഗൈഡ് പറയുന്നത് കേട്ടത്. ഇത് ഗോപുരത്തിൻ്റെ സൈഡിലുള്ള ഒരു സംഗതിയാണ്. വേറെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. പഗോഡ കാണാൻ വേണ്ടി തന്നെ ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ഗോപുരങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുക. കളർഫുള്ളാണ്. ഹനോയിലെ എല്ലാ സ്ഥലങ്ങളും ഇതുവരെ കളർഫുള്ളായിരുന്നു. നല്ലൊരു സ്ഥലം, അത്രേ പറയാനുള്ളൂ. കാണാൻ കുറച്ച് കളർഫുള്ളായിട്ടിരിക്കുമ്പോൾ ഒരു രസം. അതിനകത്ത് മീനൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഒരു പഴയ തറവാട് പോലെ ടെമ്പിള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശനം ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും കാണാമല്ലോ. ഇങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പുറത്തേക്ക് കുറച്ച് വഴി കിടപ്പുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നോക്കുവാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് അങ്ങോട്ട് നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനും നടന്നു പോകാം അല്ലേ. മറ്റേ അകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആ ഒരു മോണ്യുമെൻറ്റും അപ്പുറത്തൊരു ചെറിയൊരു അമ്പലവും കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പീസ്ഫുള്ളാണ്.
ഒരു ഹാനോയുടെ ഒരു എസൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അത് കാണാനുണ്ട്. നമ്മൾ നേരെ നടന്നെത്തുന്നത് ഒരു ആൽമരത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഒരു ബുദ്ധ ട്രീ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നാണ് ഇൻഫർമേഷൻ. ചിലർ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നുണ്ട്. ആ മരത്തിനെ ബഹുമാനിക്കണം എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ബുദ്ധ ട്രീ ഇത് കാണാൻ വേണ്ടിയാണ് ആളുകളെല്ലാം ബാക്ക് സൈഡിലേക്ക് വന്നത്. ഇത് ആ ടെമ്പിളിൻ്റെ അനക്സ് ആണ് ബാക്ക് സൈഡിലുള്ള. ഇതിന് നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ ട്രീ ഉള്ളത്. കൊള്ളാം. ഇത് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇതിങ്ങനെ റൗണ്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഒന്നാമത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. എന്തായാലും സംഗതി പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ആളുകൾ ചെയ്യില്ലല്ലോ. അപ്പോൾ സംഗതി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വിക്കിയിൽ നോക്കി കണ്ടുപിടിക്കാം. എല്ലാവരും ചെയ്യുന്ന സ്ഥിതിക്ക് ഞാനും ചെയ്തേക്കാന്ന് വിചാരിച്ചു. പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൽമരം ഇടിച്ച്. ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ആ അമ്പലത്തിൻ്റെ അനക്സ് ആണ്, അകത്താണ് അമ്പലം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ നടന്ന് ഇറങ്ങാം. അല്ലേ കല്ല് ഡിസൈനൊക്കെ വെച്ചിട്ട് നമ്മൾ വന്ന ആ വോക്ക്വേയാണ്. യെല്ലോ ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ മിക്ക സ്ഥലങ്ങളിലും യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ തീർത്ത് ഇറങ്ങുവാണ്. ഇനി പതുക്കെ എന്തെങ്കിലും കഴിക്കണം. ഏകദേശം 2:30 കഴിഞ്ഞു. രാവിലെ എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പോയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാം. ആ ഇപ്പോൾ കഴിക്കണ്ടേ? നമുക്ക് നോക്കാം. ഹനോയിൽ പോയിട്ടെ നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് പോവാം. അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ഹാനോയിലാണ്. വിയറ്റ്നാം നമുക്ക് ലഞ്ച് ടേസ്റ്റ് ചെയ്തല്ലോ. വിയറ്റ്നാമിന്റെ സ്പെഷ്യൽ ഡിഷസ് വെച്ച്. വേണ്ട, സാധാരണ കോണ്ടിനെന്റലല്ലേ എപ്പോഴും വിയറ്റ്നാം എനിക്ക് പറ്റത്തില്ല. നല്ല റെസ്റ്റോറൻറ്റ് നോക്കാം. എന്താണെന്ന് ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? How was your visit to the pagoda? പഗോഡ കൊള്ളാം. പഗോഡ നല്ല ഒരു സ്പിരിച്വൽ ആംബിയൻസ് ആണ്. ബുദ്ധന്റെ അമ്പലമുണ്ട്. ബുദ്ധ ട്രീ കണ്ടില്ലേ? വെരി ബിഗ് ട്രീ. അതിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. ഓക്കെ പരിശോധിക്കും. ഹനോയ് ട്രെയിൻ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാവും അറിഞ്ഞൂടെ, നോക്കാം. ട്രെയിൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ് ആക്ച്വലി. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൻ്റെ ക്ലോസ് റേഞ്ചിലുള്ള പിക്കൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ റെസ്ട്രിക്ഷൻസ് കാരണം അവർ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ നമ്മൾ കയറിയിരുന്ന് ഒരു ഡ്രിങ്ക് മാൻഡേറ്ററി ആയിട്ട് കഴിക്കുന്നത്. ഈ പോലീസിൻ്റെ ചെക്കിങ്ങിൻ്റെയൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് അറിയില്ല. എന്നാലും നമ്മൾ അകത്ത് വരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു കോഫി ഷോപ്പ് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ വരാൻ ടൈമായപ്പോൾ എല്ലാവരും സ്ട്രീറ്റിൽ നിന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് ഹോപ്പ്ഫുള്ളി ഇപ്പോൾ ഒരു ട്രെയിൻ കാണാൻ പറ്റും. വെയിറ്റ് ചെയ്ത് നിൽക്കണം. Là cái nhận cái cháu là được nhá. I know train 9:15 from this way. They train 9 so we go is only maybe once a month. But train come this way. ഓക്കെ. Yeah. ട്രെയിൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് ഹാനോയ് ട്രെയിൻ സ്ട്രീറ്റിൽ ട്രെയിൻ വരുന്ന വിഷ്വൽ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും ക്ലോസ് റേഞ്ചിൽ ട്രെയിൻ കാണുന്ന ആദ്യമായിട്ടാണ്. ഇടില്ല. അപ്പോൾ ഈ ട്രെയിൻ ട്രാക്കിൽ കൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോയത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ട് ശീലിച്ച ഒരു സാധനം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഗംഭീരം. ഒരു പൊളി വൈബ്. ഇത് വിയറ്റ്നാമിൽ വരുന്നവരാരും മിസ് ചെയ്യരുത്. ട്രെയിൻ സ്ട്രീറ്റ് ഇത് എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ ഇതേപോലത്തെ ഒരു സംഗതി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കൊള്ളാം. It's coming. That is what he is telling. Soon now. വീണ്ടും ഒരു ട്രെയിൻ കാണാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എല്ലാവരെയും മാറ്റി ഒരു കാപ്പി കുടിച്ചോണ്ടിരുന്നാണ് ഇപ്പൊ ചാടി മേളിൽ കയറിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഈ സൈഡാണോ എന്നൊരു സംശയമുണ്ട്. നോക്കാം. ഈ സൈഡായിരിക്കും മിക്കവാറും. ഇപ്പം കുറച്ച് തിരക്കുണ്ട്. അതിൽ എല്ലാവരും നോക്കിയൊക്കെ കണ്ട എഞ്ചിൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. നിങ്ങൾ കാണുന്നുണ്ട് ഇതൊരു വലിപ്പം കണ്ടിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ? അന്യായ വലിപ്പമാണ്. എന്താല്ലേ ക്ലോസ് റേഞ്ചിൽ ട്രെയിൻ പോകുന്നത്. എന്തായാലും ഒരു വന്നത് മിസ്സാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് അടിപൊളി. അങ്ങനെ ഇത്തവണ എന്തായാലും ലക്കുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. 2 ട്രെയിൻ കണ്ടു. ഒരു പാസഞ്ചറും ഒരു ഗുഡ്സും. അങ്ങനെ അധികം കാണാറില്ലെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. അത്യാവശ്യം ചെറിയൊരു തണുപ്പും നല്ല ലൈറ്റ്സും കുറേ ഒരു കഫേയൊക്കെ ആയിട്ട് ഒരു ട്രെയിൻ സ്ട്രീറ്റ്. ഇപ്പം തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ട്രെയിൻ കണ്ടു കഴിഞ്ഞു, കാപ്പിയും കുടിച്ചു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. വീണ്ടും ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വീണ്ടും ട്രെയിൻ വരുന്നുണ്ട്. എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ട്രെയിൻ സ്ട്രീറ്റിന്റെ സൈഡിൽ തന്നെയാണ് ട്രാഫിക്. കളറാണ്. ഇനി അങ്ങോട്ട് പോകാൻ ടാക്സിക്ക് വെയിറ്റ് ചെയ്യും. അപ്പം ഇന്നത്തെ കറക്കം, അതായത് ഹാനോയ് ഡേ 1 കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ
തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. അപ്പം അച്ഛൻ എന്താ പറയാനുള്ളത്? ഇന്നത്തെ എങ്ങനെയുണ്ട്? അത്യുഗ്രമായ ഒരു വിസിറ്റ് ആയിരുന്നു വിയറ്റ്നാമിലെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടു. രാവിലെ തൊട്ടേ വെൽ എൻഗേജ്ഡ് ആയിരുന്നു. രാവിലെ ആ ടെമ്പിൾ സ്ഥലത്ത് പോയി അവിടുത്തെ ചുറ്റുമുള്ള ലേക്ക് കണ്ടു, ധാരാളം ഫ്ലവേഴ്സ് കണ്ടു. അച്ഛൻ ഇന്ന് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ പഗോഡ, ബുദ്ധന്റെ ട്രാൻകോക്ക് പഗോഡ, ബുദ്ധന്റെ ടെമ്പിളും ബുദ്ധ ട്രീ, ദാറ്റ് വാസ് എക്സലന്റ്. അത് വളരെ പ്രസിദ്ധമായ ട്രീ ആണ്. ധാരാളം ആൾക്കാർ അത് കാണാനായിട്ട് തന്നെ വരുന്നുണ്ട്, ഫോറിനേഴ്സും. പക്ഷെ അത് എന്താണ് അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്കൊന്ന് പരിശോധിക്കണം, അത് പഠിക്കാനുണ്ട്. അത് വിയറ്റ്നാമി ഭാഷയിൽ അവരെന്തൊക്കെയാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ അതിനെന്തോ ഒരു സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് പക്ഷെ ഈവനിങ് ട്രെയിൻ സ്ട്രീറ്റിൽ പോയതാണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ സ്ഥിരം സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു സംഗതി നേരിട്ട് കണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് 3 പാസിംഗ് കാണാൻ പറ്റി. ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ട്രെയിൻ വരുന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് മാറിയിരിക്കുക, സ്വിഫ്റ്റ് ആയിട്ട് സംഗതി പോകുന്നു, വീണ്ടും അത് ആക്റ്റീവ് ആവുക. അത് രസമുള്ള ഏർപ്പാടായിരുന്നു മൊത്തത്തിൽ. വളരെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അത് നമുക്ക് ജീവിതത്തിൽ അപൂർവം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരു കോഫി സ്ട്രീറ്റിന് ജസ്റ്റ് ഒരു നാരോ സ്ട്രീറ്റിനകത്തൂടെ ട്രെയിൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇല്ല, തായ്ലൻഡിൽ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ വാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ അലർട്ട് വരുമ്പോ തന്നെ അവര് ആ ടേബിൾസ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അത്രയും ഭാഗം എന്ത് നന്നായിട്ട് ചെയ്യുന്നു പോലീസും അവിടുത്തെ ലോക്കൽസും കോഫി ഷോപ്പ് ഉടമകളും. പക്ഷെ കോഫി ഷോപ്പില് ഒരു കോഫി കുടിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് ഉണ്ടെങ്കിലേ നമുക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും. അതെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൈഡ് പോയപ്പോൾ ഉള്ള ഒരു സ്റ്റോറി പോലെ പറഞ്ഞായിരുന്നു. അത് ആക്ച്വലി അവരാദ്യം അങ്ങനെ ഒരു ബിസിനസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ട്രെയിൻ ഇതിൽ കാണുന്ന ആളുകൾ കൗതുകത്തോടെ കാണാൻ വന്നപ്പോഴാണ് അവരവിടെ ഒരു എന്താ പറയുക സ്റ്റേയും കോഫി ഷോപ്പുകളൊക്കെ ആയിട്ട് അവരവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു ഇൻകം എന്നുള്ളത്. പിന്നെ പിന്നീട് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വന്നു. അപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബിസിനസ്, അതായത് കോഫി ഷോപ്പിൽ പോയി കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ട്രെയിൻ സ്ട്രീറ്റിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണാം. അതിനൊരു കാരണമുണ്ട്. ഒരു ഫ്രഞ്ച് പൗരൻ നേരത്തെ അവിടെ വന്ന് ട്രെയിൻ സ്ട്രീറ്റിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു. അതായത് ട്രെയിനിൽ കൂടുതൽ വീഡിയോ എടുക്കാൻ പോയി. ആ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റുകയും അയാളുടെ കാലിന് എന്തോ പറ്റുകയും ചെയ്തു. അതിൽ പിന്നെ വിയറ്റ്നാമീസ് ഗവൺമെന്റ് ആണ് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തത്. ഇപ്പൊ അവര് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ട്രെയിൻ സ്ട്രീറ്റ്. മാത്രമല്ല അവിടുത്തെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രുചികരമായ ചോക്ലേറ്റ് കോഫിയാണ്. പിന്നെ ധാരാളം ഭക്ഷണങ്ങളും ഉണ്ട്, പക്ഷെ അത് ആവശ്യമുള്ളവർക്ക് കഴിക്കാം. കറക്റ്റ്. ആൻഡ് ഹാനോയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ വളരെ കളർഫുൾ ആണ്, നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടുത്തെ ക്ലൈമറ്റ്, അതിപ്പോൾ വിന്റർ ടൈം ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ല തണുപ്പുണ്ട് ത്രൂ ഔട്ട്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് നമ്മൾ 2 മണിക്ക് അവിടെ പഗോഡയുടെ അവിടെ നിൽക്കുമ്പോഴും നല്ല കോടയൊക്കെ നിറഞ്ഞ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നല്ല ക്ലൈമറ്റ്. നമ്മൾ ഇതുവരെ വിചാരിച്ചില്ല വിയറ്റ്നാമിൽ ഇത്ര നല്ല മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കുമെന്ന്. പല രാജ്യങ്ങളും നമ്മൾ സന്ദർശിച്ചു, പക്ഷെ ഇപ്പൊ ഇതുപോലൊരു പീസ്ഫുൾ രാജ്യവും ഇത്രയും കാര്യങ്ങൾ കാണാനുള്ള രാജ്യവും എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നൊരു രാജ്യം വിയറ്റ്നാമേ ഉള്ളൂ. പിന്നെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തെന്നോ ഭയങ്കരമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇറ്റ്സ് എ റിയലി ഡെവലപ്പിംഗ് കൺട്രി. അതെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ 2 ദിവസം കൂടെ പല സ്ഥലങ്ങളിൽ, അതായത് വിയറ്റ്നാമിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. ആൻഡ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഇരുന്ന് കത്തി വെക്കുന്നത്. അപ്പം എല്ലാവരും കാണുക. എന്തായാലും നല്ല നല്ല കാഴ്ചകൾ നാളെയും മറ്റന്നാളുമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. വളരെ നല്ല കാഴ്ചകൾ വിയറ്റ്നാം. പക്ഷെ വിയറ്റ്നാം വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ടു വിസിറ്റ്, നോ ഡൗട്ട്. അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺഡ്.